ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബറാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ കൂടി അനേകർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കുവാനും പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം പ്രതീക്ഷിക്കുവാനും ഒക്കെയും അനേകർക്കിടയായി എന്നുള്ള വസ്തുതകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചന കേൾവിക്കായി വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നുകൊണ്ട് കാതുകളെ കൂർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി ആയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ഒരു പുതിയ തീരുമാനത്തോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഈ വചന ശുശ്രൂഷകൾ മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും എല്ലായിടത്തും ഈ എളിയ ശുശ്രൂഷയിലൂടെയും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. കാട്ടൊലിവിൻ്റെ ശിഖരത്തെ വെട്ടിയെടുത്ത് നല്ല ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർത്ത് ആ നല്ല ഒലിവുമരത്തിൻ്റെ ജീവരസത്തിൽ നമ്മളെ പങ്കാളികളാക്കി എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാമും ദൈവമല്ലാത്തവയ്ക്ക് അടിമകളായി വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പിൽ ജീവിച്ചിരുന്നപ്പോൾ അതാണ് കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളായിരുന്നു. കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളായിരുന്നു നമ്മളെ. കാട്ടൊലിവിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചു. കാട്ടൊലിവിൻ്റെ ശിഖരം എന്ന് പറയുമ്പോൾ കാട്ടിലാണ് വളരുന്നത്, ഉടമസ്ഥനില്ല. മാത്രമല്ല കയ്പ് നീരാണ് അതിൻ്റെ അകത്തൊഴുകുന്നത്. കായ്ക്കുന്നത് കാട്ടുകായാണ് കായ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പാപിയായ മനുഷ്യൻ ഇങ്ങനെ സ്വസ്ഥതയില്ലാത്തവനായിട്ടാണ് ജീവിക്കുന്നത്. ദുഷ്ടന് സമാധാനമില്ല എന്ന് നിൻ്റെ ദൈവം പറയുന്നത് ബൈബിളിലുണ്ട്. മനുഷ്യൻ തന്നെ സന്തോഷമുള്ളവനാക്കി നിലനിർത്തേണ്ടതിന് എന്ത് പണമാണ് ചിലവാക്കുന്നത്. സംഗീത കച്ചേരികളിൽ പോകുന്നു, സിനിമാശാലകളിൽ പോകുന്നു, എന്ന് വേണ്ട നൃത്തശാലകളിൽ പങ്കെടുക്കുന്നു, കലാപരിപാടികളിൽ ഏർപ്പെടുന്നു, മറ്റു പല സാമൂഹിക കലാപരിപാടികളിൽ പങ്കെടുത്ത് വല്ല വിധേനയും ആ ഉള്ള് സന്തോഷത്തോടെ സൂക്ഷിക്കപ്പെടേണ്ടതിന് അവൻ കിടന്ന് ബന്ധപ്പെടുകയാണ്. ഏറ്റവും സങ്കടമെന്ന് പറഞ്ഞാൽ മദ്യത്തിൽ പലരും അഭയം തേടുന്നു, മയക്കുമരുന്നിൽ അഭയം തേടുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അഭയം തേടി ഉള്ളിൻ്റെ ഉള്ളിലെ ആ അസംതൃപ്തി വല്ല വിധേനയും ഒന്ന് മറയ്ക്കാൻ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. എന്നാൽ അവൻ അറിയുന്നില്ല, അവൻ പിന്നെയും കൂടുതൽ ആഴങ്ങളിലേക്ക് ആണ്ടുപോവുകയാണ്. തന്നെ നശിപ്പിക്കുകയും സമൂഹത്തിന് അവനൊരു ദ്രോഹം ചെയ്യുകയാണെന്നുള്ള അവൻ മറന്നുപോകുന്നു. കുടുംബങ്ങൾക്ക് ഭാരമായി തീരുകയാണ്, തങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തൊരു വേദനയോ ഒരു അസ്വസ്ഥതയോ ഒരു സമാധാനമില്ലായ്മയോ ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു ഭീതിയോ മരണഭീതിയോ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്തിനു ജീവിക്കുന്നു? ചിലരൊക്കെ പറയും ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു, വേറെ ചിലർ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, വേറെ ചില തത്വങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, വേറെ ചില ആളുകൾ അവർക്ക് ദൈവം കൊടുത്ത ആ താലന്തുകൾ, ആ കഴിവുകൾ, ആ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. നാടകമാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഒരിക്കൽ ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നോക്കണേ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്നിനും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ ജീവിച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് തരുന്നത്? നിങ്ങളുടെ ജീവിതത്തിന് എത്രയും മൂല്യമുള്ളോ? നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. എന്നാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ എവിടെയായിരിക്കുമെന്നും ഇവിടെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതചര്യ, ജീവിത രീതി, മരണാനന്തര ജീവിതത്തിലൂടെ നിങ്ങൾ ഏത് വിധത്തിൽ ഒരുക്കുന്നു എന്നുള്ളതും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നോക്കണേ, കയ്പ് നീരും കുടിച്ച്
കയ്പ് കായ്ച്ചെന്ന് പറഞ്ഞാൽ ആരോട് ഇടപെട്ടാലും കൃത്യച്ച ആളുകൾ പരസ്പരം ചിലപ്പോൾ സംസാരിക്കുന്ന കേട്ടാൽ കൃത്യച്ച സംസാരിക്കുന്നത് ഒരു പുഞ്ചിരിയോടെ ഒരു സ്നേഹത്തോടെ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കും. സ്വന്തം വീട്ടിൽ പോലും അത് കഴിയാതെ പോകുന്നല്ലോ. കാര്യം ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലങ്ങ് അസ്വസ്ഥതയാണ്. ഉള്ളിൻ്റെ ഉള്ളിലെ അസ്വസ്ഥത നിമിത്തം വെട്ടിപ്പൊട്ടിക്കുന്ന പോലെ അടുത്ത് നിൽക്കുന്ന ആളിനോട് പോലും സംസാരിക്കുന്നത്, കയർത്ത് സംസാരിക്കുക, കൃത്യച്ച് സംസാരിക്കുക. ഈ നിലയിൽ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സുമായിട്ട് ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതെ കയ്പ് ആരോട് ഇടപെട്ടാലും അവരെ കയ്പിക്കുക, അവരെ വെറുപ്പിക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. വൈകിട്ട് കവലയ്ക്കോട്ട് ഇറങ്ങിയാൽ എന്തേലും ഒരു നൂലാമാല ഒരു പൊല്ലാപ്പുണ്ടാക്കി വെച്ചാൽ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എന്നും ഓരോ പ്രശ്നങ്ങൾ. ഒടുവിൽ പോലീസിൻ്റെ പിടിയിലായി, കേസായി എന്ന് വേണ്ട നൂലാമാല. എന്താ പ്രശ്നം? അത് പ്രശ്നം എന്താ? അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് സ്വസ്ഥതയില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അവന് വേണ്ട പോലെ ഗ്രഹിക്കുവാൻ കഴിയും. എന്തിനു ജീവിക്കാൻ? ചുമ്മാ അടിച്ച് പൊളിക്കടാ, എന്തോ അടിച്ച് പൊളിക്കുക, കൂട്ടുകാരുമായിട്ട് അങ്ങ് അടിച്ച് പൊളിക്കുക, അവൻ എന്തിനു വിളിച്ചാലും അവൻ്റെ കൂടെ അങ്ങ് പോവുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം, ഇതൊന്ന് നിർത്തി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമോ? സത്യദൈവത്തിന് നിങ്ങളെക്കുറിച്ച് കരുതലുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് മൂല്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അസ്വസ്ഥത, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അസമാധാനം, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിമിത്തം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ വ്യഥ, ആ ദുഃഖം, ആ അമർഷം, മരണഭീതി, ഇതൊക്കെ മാറ്റുവാൻ കഴിയുന്നവനായ ഒരു സ്വർഗീയ പിതാവുണ്ട്. അതിന് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ പരിചയിച്ച് പോന്നിരുന്ന പാപ വഴികളിൽ നിന്ന് നീ നിന്നെ തന്നെ വിടുവിക്കുവാൻ മനസ്സു വെക്കണം. ഇങ്ങനെ കാട്ടൊലിവിൻ്റെ ശിഖരമായി കയ്പ് നീരും കുടിച്ച് കയ്പ് കായും കായ്ച്ച് ഉടമസ്ഥനില്ലാതെ കാട്ടുതീ പ്രതീക്ഷിച്ച് കാട്ടിൽ വളരുന്ന ഒരു കാട്ടൊലിവിൻ്റെ ശിഖരം തോട്ടക്കാരൻ പറഞ്ഞയച്ചിട്ട് വേലക്കാർ, ഭൃത്യന്മാർ, തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഭൃത്യന്മാർ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളുമായി ഈ കാട്ടിലിൻ്റെ അടുത്ത് വന്നു. ആ കൊമ്പ് കടന്നു പിടിച്ചു, കായലിരുന്ന വാൾ കൊണ്ടത് വെട്ടിയെടുത്തു. ദൈവവചനത്തെ ഇരുവായ്ത്തലുള്ള വാളെന്നാണ് പറയുന്നത്. ഒരു സുവിശേഷകൻ നിങ്ങളോട് സുവിശേഷം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വെട്ടിയെടുത്തത് ഉണങ്ങാൻ കളയാനല്ല. കൊണ്ടുവരുമ്പോൾ ഒരു ഒലിവ് മരം, നല്ല ഒലിവ് മരം മുറിവേറ്റതായി നിൽക്കുന്നു. ആ നല്ല ഒലിവ് മരത്തിന് മുറിപ്പാടിലേക്ക് ഒട്ടിച്ച് ചേർത്ത് ആ ഒലിവ് മരത്തിൻ്റെ, നല്ല ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിൻ്റെ ജീവരസത്തിന് നിന്നെ പങ്കാളിയാക്കി. ഇതുവരെ കയ്പ് നീര് പ്രവഹിച്ചിരുന്ന ആ അനുഭവത്തിൽ നിന്ന് മാധുര്യരസം, നല്ല ഒലിവ് മരത്തിൻ്റെ ഗുണകരമായ രസം ഈ ശിഖരത്തിലേക്ക് പ്രസരിക്കാൻ തുടങ്ങുന്നു. ഈ ശിഖരത്തിലേക്ക് പ്രസരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറി. പണ്ട് കയ്പ് കായ്ച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. നല്ല ഫലം കായ്ക്കാൻ തുടങ്ങി. മുമ്പ് ആളുകളോട് കൃത്യച്ച് സംസാരിച്ചിരുന്നപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താ കാര്യം? ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനമായി. എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. മരണഭീതി മാറിയിരിക്കുന്നു. മരണാനന്തരമുള്ള ജീവിതത്തിൽ പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലാവുവാൻ ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ ആളുമാറി. അതാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നോക്കണേ, അങ്ങനെ നല്ല ഒലിവ് മരത്തോട് പറ്റിച്ചേർന്ന് ആ നല്ല ഒലിവ് മരത്തിൻ്റെ ജീവരസത്തിന് പങ്കാളിയായി നല്ല ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് ഈ കൊമ്പിന് തന്നെ രൂപാന്തരം ഉണ്ടായിരിക്കുക. ഇതാണ് പരമാർത്ഥമായും വീണ്ടും ജനിക്കുന്ന ഒരു ദൈവവേദയുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതിന് എന്ത് വേണം? പഴയതിൽ നിന്ന് വെട്ടിയെടുക്കപ്പെടണം. പാപ വഴികളോട് യാത്ര പറയണം. നിങ്ങളതിനൊന്ന് മനസ്സ് വയ്ക്കണം. നമുക്കറിയാമല്ലോ, മുറുകപ്പറ്റുന്ന പാപം എന്നാണ് ബൈബിൾ പറയുന്നത്. സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപം, നമ്മൾ വിട്ടാലും നമ്മളെ വിടാതെ പിന്തുടരുന്ന പാപ സ്വഭാവങ്ങൾ, പാപ വഴികൾ, ദുഷ്പരിചയങ്ങൾ. നോക്കണേ, അവയുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കണം. സ്തോത്രം. വെട്ടിയെടുക്കപ്പെടണം.
പൂർണ്ണമായും അതിനോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ സമർപ്പിക്കണം. പിന്നെ അതും ഇതും ഇല്ലാതെ വന്നാൽ നിങ്ങൾ ഉണങ്ങിപ്പോകും. വേണ്ട, നല്ല ഒരു മരത്തോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ പരിശുദ്ധ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ആളത്വത്തിൽ തന്നെ അടിസ്ഥാനപരമായ രൂപാന്തരമുണ്ടായി നിങ്ങൾക്ക് നല്ല ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മാനസാന്തരം മാറ്റമുണ്ടാകുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഇതാണ് ഈ ഒരു പാപിയുടെ രക്ഷയെ ഇവിടെ സാദൃശ്യപ്പെടുത്തി പൗലോസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതര ജാതികളിൽ നിന്നും സത്യദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആ അനേക ദൈവമക്കൾ റോമിലുണ്ട്. അവരോട് പറയുക, ജാതികളായി നിങ്ങളോട് പറയുക, ദൈവം ഒരു കാര്യമാണ്, നീ ഞെളിയരുത്, നീ ഭയപ്പെടണം, നീ അഹങ്കരിക്കരുത്. ഇസ്രായേല്യർ അവർക്ക് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുക. നോക്കണേ, അവരെ ദൈവം എന്നേക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. അവർക്ക് പ്രതീക്ഷയുണ്ട്. അതാണ് കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയെ തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്നോർക്ക. നീ വേരിനെയല്ല, വേരാണ് നിന്നെ ചുമക്കുന്നത്. ദൈവകൃപയാലാണ്, ദൈവമാണ് നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന അധിവസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിൻ്റെ അന്തരംഗത്തിൽ ആ സ്വർഗീയ സമാധാനവും സന്തോഷവും ആത്മീയ ചൈതന്യവും പകർന്നിരിക്കുന്നത് നിങ്ങൾ മറക്കരുത്. എന്നിട്ട് എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പളി ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അത് പറയാം. ഇസ്രായേലിനെ ദൈവം തള്ളി, എന്നെ ഒട്ടിക്കേണ്ടതിനാ. തീർച്ചയായിട്ടും ദൈവത്തിനതൊരു ഉദ്ദേശമുണ്ട്. ഇസ്രായേലിനെ സംഭവിച്ചതൊക്കെ ദൈവം മുന്നറിഞ്ഞിട്ടും അനുവദിച്ചിട്ടുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതര ജാതികളെ രക്ഷ. അബ്രഹാമിനെ വിളിക്കുമ്പോൾ തന്നെ അബ്രഹാമോട് പറഞ്ഞ് ബഹുജാതികൾക്ക് പിതാവാകുമെന്നല്ല പറഞ്ഞത്. അതാണല്ലോ ഗലാത്യർ എന്ന് പറയുന്നു, വിശ്വാസികൾ അത്രയും അബ്രഹാമിൻ്റെ മക്കൾ. അതുകൊണ്ട് നോക്കണേ, നിന്നെ ഒട്ടിക്കേണ്ടതിന്, നിന്നെ കൈപിടിക്കേണ്ടതിന് അവരെ കൈവിട്ടതുപോലെയായി. നിന്നെ ഒട്ടിക്കേണ്ടതിന് അവരെ ഒടിച്ചു കളഞ്ഞു. എന്താ അവർക്ക് സംഭവിച്ചത്? ദൈവം ഒടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതിനേക്കാൾ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. ഒടിച്ചു കളഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അവ അവിശ്വാസം കൊണ്ട് ഒടിഞ്ഞുപോയി എന്ന് പറയുന്നതാണ് ശരി. ഒടിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ദൈവം ഒടിച്ചതാണെന്ന് പറയും. ശരി, ഒടിച്ചതാണെന്ന് പറയാം. പക്ഷേ അവ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോവുകയായിരുന്നു. അല്ലാതെ ദൈവം ഇസ്രായേലിനോട് എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ടായിട്ട് തള്ളിക്കളയുകയായിരുന്നില്ല. അവർ തന്നെ തള്ളപ്പെടുകയായിരുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ മത്സരം നിമിത്തം, ഒരു ദൈവ പ്രമാണങ്ങൾക്ക് വിധേയപ്പെടുവാൻ കൂട്ടാക്കാഞ്ഞ നിമിത്തം, ധിക്കാര നിമിത്തം അവ ഒടിഞ്ഞുപോയി. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. എന്നിട്ട് നീയോ വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. അതുകൊണ്ടൊരു കാര്യം, ഞെളിയാതെ ഭയപ്പെടും. പ്രിയമുള്ള ദൈവകൃപയിൽ വന്നവർ എല്ലാം തികഞ്ഞു എന്ന ചിന്തയുണ്ടാകരുത്. ഞെളിയാതെ ഭയപ്പെടും. എന്തോ വാക്കാ മലയാളത്തിൽ ഉപയോഗിച്ചത്. ഗ്രീക്കിലും ഏതാണ്ട് അതേ ധ്വനിയാണ്. ഒട്ടും നീ ഒട്ടും നീ അഹങ്കരിക്കണ്ട. നിൻ്റെ കഴിവല്ല, നീ തന്നെ സത്യദൈവത്തെ തേടിച്ചെന്ന് കണ്ടുപിടിച്ചതല്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ എന്നെ തിരഞ്ഞെടുത്തതല്ല എന്നാണ് തിരുവെഴുത്തിൽ പറയുന്നത്. ഞെളിയാതെ ഭയപ്പെടുക. അടുത്തത് കണ്ടോ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അതാണ് അവിശ്വാസത്താൽ സ്വാഭാവിക കൊമ്പുകൾ തന്നെ ഒടിഞ്ഞു പോയെങ്കിൽ, സ്വാഭാവിക കൊമ്പുകൾ തന്നെ വിശ്വാസത്തിൽ നിൽക്കാഞ്ഞത് ഒടിഞ്ഞു പോയെങ്കിൽ, അസ്വാഭാവികമായ നിലയിൽ നിന്നെയും നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചു ചേർത്തിരിക്കെ നീ ആ വിശ്വാസത്തിലും ദൈവകൃപയിലും നിലനിൽക്കുന്നുവെങ്കില്ല എങ്കിൽ നീ ഒടിഞ്ഞു പോകും. നോക്കണേ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നോക്കണേ, അവിശ്വസിച്ചവനെ ദൈവം പരിഗണിച്ചില്ല, തള്ളിക്കളഞ്ഞു. ദൈവത്തോട് വ്യക്തിബന്ധമില്ലാതെ. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സങ്കല്പമല്ല, അത് വ്യക്തിബന്ധമാണ്. ഗലാത്യർ 5:6 വായിക്കുന്നുള്ളൂ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. എൻ്റെ ഉടമസ്ഥനും എൻ്റെ സൃഷ്ടാവും എന്നെ കരുതുന്നവരും എന്നെക്കുറിച്ച് വിചാരമുള്ളവരുമായ ദൈവം, സർവശക്തനും സർവജ്ഞാനി, അവൻ നന്മയുടെ ഉറവിടമാണ്. എനിക്ക് ആ ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കാം. ആ ദൈവത്തോടുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ്, ആ വ്യക്തിബന്ധത്തെയാണത് കാണിക്കുന്നത്. സ്തോത്രം. നോക്കണേ, അവരങ്ങനെ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കൂട്ടാക്കാൻ നിമിത്തം അവ ഒടിഞ്ഞുപോയി. ദൈവം ഒടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവ ഒടിഞ്ഞു പോവുകയായിരുന്നു. നോക്കണേ, ദൈവം സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും അതേസമയം ഖണ്ഡിതവും കാണുക.
ദൈവം ദയയുള്ളവനാണ്. അതേസമയം ദൈവം ഖണ്ഡിതനാണ്. ദൈവം സ്നേഹമാണ്, ദൈവം ദയയുള്ളവനാണ്. പക്ഷേ അതേസമയം ദൈവം നീതിമാനാണ്. ദൈവം നിയമങ്ങളുള്ള ദൈവമാണ്. ദൈവം നീതിമാനാകയാൽ ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ അവൻ്റെ സ്നേഹം വഴിമാറിക്കൊടുക്കുകയില്ല. തുല്യപ്രധാനങ്ങളാണ് ദൈവനീതിയും ദൈവസ്നേഹവും. അതുകൊണ്ട് നീതി നിവർത്തിക്കേണ്ടതിനും സ്നേഹം ഫലകരമാകേണ്ടതിനുമാണ് കാൽവറിയിലെ പ്രായശ്ചിത്ത ബലിമരണം ദൈവം അനുവദിച്ചതെങ്കിൽ ദൈവം നീതി നിഷേധിക്കുന്നവനല്ല. നീ ദൈവകൃപയിൽ നിലനിന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ തുടരുവാൻ കഴിയുകയുള്ളൂ. അതാണ് കണ്ടേ, സ്തോത്രം. ആകയാൽ ദൈവത്തിന് ദയയും ഖണ്ഡിതവും കാണുക. നമുക്ക് പലർക്കും പറയാനുള്ളത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം പലരും ചോദിക്കും, സ്നേഹവാനായ ദൈവം ഈ പാവം മനുഷ്യന് നിത്യനരകവും മറ്റും കൊടുക്കുമെന്ന് പറയുന്നത്, ഇവനൊക്കെ ദൈവത്തെ പരിഹസിക്കല്ലേ, ദൈവത്തെ നേരെ ആക്ഷേപം പറയുകയല്ലേ എന്നൊക്കെ ചോദിക്കും. എൻ്റെ പൊന്നു സൗരങ്ങളെ, ആക്ഷേപം പറയുകയല്ല. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയുള്ളവരാണ്. അതുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. മനുഷ്യന് എത്ര അവസരങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. എത്ര അവസരങ്ങൾ ദൈവം മനുഷ്യന് കൊടുക്കുന്നു. ഈ അവസരങ്ങളെല്ലാം മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ പിന്നെയും മത്സരത്തോടുകൂടി ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ദി അഡ്വാൻസസ് ഓഫ് ഗഡ്, ദ അഡ്വാൻസസ് ഇൻ ലവ്, ദൈവം സ്നേഹത്തോടുകൂടി നിന്നോട് അടുത്തു വരുവാൻ ശ്രമിക്കുന്നത്, അടുത്തു വരുവാനുള്ള ദൈവത്തിൻ്റെ സകല ഉദ്യമങ്ങളെയും നീ നിന്നയോടെ അവിശ്വാസത്തോടെ അവഗണിച്ചാൽ ദൈവത്തെ നിന്നെ എങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും? അതാണ് സ്തോത്രം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദയയും അതേസമയം ഖണ്ഡിതവും. സ്തോത്രം. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും കണ്ടോ. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഇവിടെ ചില സഹോദരങ്ങളുണ്ട്, അവർ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒരു കുഴപ്പമില്ലെന്നും പിന്നെ എന്നെ കളിച്ചാലും പുത്രത്വവും മറ്റും നഷ്ടപ്പെടുകയെന്നും. ഒരു മോൻ എത്ര വഴിവഴച്ച് പോയാലും അപ്പൻ്റെ മോനല്ലയോ അവൻ. അതുകൊണ്ട് ആ പിതൃത്വവും പുത്രത്വവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ലെന്നും ഇങ്ങനെ വാദിക്കുന്ന സഹോദരങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ കാൽവിനിസ്റ്റിക് ചിന്ത എന്നാൽ നമ്മൾ അർമീനിയൻ ചിന്തയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാൽവിനിസ്റ്റിക് ചിന്ത അനുസരിച്ച് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒരു പ്രശ്നമില്ലെന്നേ. അങ്ങനെ പറയരുത്. നീ വിശ്വാസത്തിൽ നിലനിൽക്കണം, നീ ദൈവകൃപയിൽ നിലനിൽക്കണം. ദൈവം ഖണ്ഡിതമുള്ളവരാണ്. അവരെപ്പോഴും എടുത്തു പറയുന്നത് റോമാലേഖനമാണ്. അവരെ അതെ, റോമാലേഖനവും യാക്കോബ ലേഖനവും ഉണ്ട്. ഈ റോമാലേഖനത്തിലെ വാക്യമല്ലേ ഇത്? വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതം, നീ വിശ്വാസത്തിൽ നിന്നാൽ നിനക്ക് ദയ. ദൈവം സ്നേഹവും ദയയും കരുണയും ദീർഘക്ഷമയും മനസ്സിലുള്ളവനാണ്. അപ്പോൾ തന്നെ ദൈവം നീതിമാനാണ്, ദൈവം ന്യായം വിധിക്കുന്നവനാണ്, ദൈവം ഖണ്ഡിതമുള്ളവനാണ്. ദൈവം തൻ്റെ പ്രമാണങ്ങളെ നിഷേധിക്കുന്നവരല്ല. സ്തോത്രം. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്തോത്രം. നീ ദൈവകൃപയിൽ നിലനിൽക്കണം. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടെന്നും തിരുവെഴുത്തിൽ മനസ്സിലാക്കുന്നല്ലോ. ഒന്ന് നീതീകരണം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു, വീണ്ടും ജനിച്ചു, ദൈവവൈതലായി. ആ പുതിയ പദവിക്കനുസരിച്ചുള്ള ഒരു ജീവിത നിലവാരം നിന്നിലുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. സൗജന്യമായി ഔദാര്യമായി ദൈവം തൻ്റെ കൃപയിൽ നിങ്ങളെ രക്ഷിച്ചു. നിങ്ങളുടെ പാപം ഔദാര്യമായി ക്ഷമിച്ചു തന്നു. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു എന്നൊക്കെയാണ് നമുക്കറിയാമല്ലോ. ദൈവം നമ്മുടെ പാപം മോചിച്ചു, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് നീക്കുപോക്കുണ്ടാക്കി, പാപം മായിച്ചു, പാപത്തിൽ നിന്ന് വില കൊടുത്ത് വീണ്ടെടുത്തു. പാപിക്ക് പകരം കർത്താവ് മറുവിലയായി നിൽക്കുകയാണ്. സ്തോത്രം. അവൻ ഇന്ന് ജീവിക്കുന്നു, ഇന്ന് പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ നാം ദൈവകൃപയിൽ നിലനിൽക്കണം. സ്തോത്രം. നാം മത്സരിച്ച് പിന്നെയും പഴയ വഴിയിലേക്ക് തിരിഞ്ഞു പോയാൽ നാം വീണുപോകും, നാം ഒടിഞ്ഞു പോകും. അതാണ് കണ്ടില്ലേ, വീണവരും ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും വിശുദ്ധം. പിതാക്കന്മാർ നിമിത്തം ഒരു പ്രിയന്മാരാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തിന് പ്രിയരാണ്, ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചവരാണ്.
ദൈവപ്രമാണം പ്രാപിച്ചവരാണ്, സത്യദൈവത്തെക്കുറിച്ച് വ്യക്തിബന്ധമുള്ളവരാണ്, സത്യദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പ്രാപിച്ചവരാണ്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും അവർ ദൈവകൃപയിൽ നിലനിന്നില്ല എന്നുള്ളത് കൊണ്ടും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കൂട്ടാക്കാഞ്ഞതിനാൽ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. ദൈവം അവരെ ഒടിഞ്ഞു പോകാൻ ഏൽപ്പിച്ചു. ഒടിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒടിച്ചു കളഞ്ഞ ആ ഒടിഞ്ഞ മുറിപ്പാടിലേക്ക് സ്തോത്രം കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളെ ഒട്ടിച്ച് ചേർത്ത് ആ കാട്ടൊലിവിൻ്റെ ശിഖരങ്ങൾക്ക് ആ ജീവരസത്തിൽ പങ്കാളിത്തം ലഭിച്ചു. സ്തോത്രം മാധുര്യ രസം അനുഭവിച്ച് ഹല്ലേലൂയ നാം ഇന്ന് നല്ല ഫലം കായ്ക്കുന്ന ഒരനുഭവത്തിലായി. നമുക്കറിയാം, ദൈവസഭയെ സാദൃശ്യപ്പെടുത്തുവാൻ വിശുദ്ധ തിരുവെഴുത്തിൽ അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഒരു സാദൃശ്യമാണ് ദൈവത്തിൻ്റെ തോട്ടം എന്നുള്ളത്. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനക്കല്ലുകളുമായിരിക്കും ദൈവത്തിൻ്റെ ജീവനുള്ള സൗധമാണ്, കെട്ടിടമാണ് ദൈവസഭ. പിന്നെ യേശുക്രിസ്തു സ്വന്തം രക്തം സമ്പാദിച്ച ആട്ടിൻകൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ആത്മമണവാളനെ യേശുക്രിസ്തു വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മണവാട്ടിയാണ് ദൈവസഭ. യേശുക്രിസ്തു ശിരസിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരമാണ് ദൈവസഭ. ദൈവത്തിൻ്റെ കുടുംബമാണ് ദൈവസഭ. പിതാവാം ദൈവം, പിതാവും യേശുക്രിസ്തു ജ്യേഷ്ഠ സഹോദരൻ, നമ്മളെല്ലാം ആ കുടുംബത്തിൽ മക്കളും എന്ന നിലയിൽ ദൈവത്തിൻ്റെ കുടുംബമാണ്. ഇങ്ങനെ അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഒരു സാദൃശ്യമാണ് ദൈവത്തിൻ്റെ തോട്ടമാണ്. ഈ ദൈവത്തിൻ്റെ തോട്ടത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ തോട്ടമായ ദൈവസഭയിൽ ഒരു വലിയ ഒലിവ് മരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈ വലിയൊരു ഒലിവ് മരം നിറഞ്ഞു നിൽക്കുക. ഈ ഒലിവ് മരത്തിൽ കാട്ടൊലിവിൻ്റെ ഒത്തിരി ശിഖരങ്ങൾ ഒട്ടിച്ച് ചേർക്കപ്പെട്ട് ഈ ഒലിവ് മരത്തിൽ അതിൻ്റെ ജീവരസത്തിന് പങ്കാളിയായി നല്ല ഫലം കായ്ച്ച് അകത്ത് മാറ്റം വന്ന് ഇങ്ങനെ വിലസുകയാണ്, ഇങ്ങനെ വിരാജിച്ചരളുകയാണ്. എന്നാൽ ഓരോ കൊമ്പും വിശ്വാസത്തിൽ നിലനിൽക്കണം. ഓരോ കൊമ്പും ദൈവകൃപയിൽ നിലനിൽക്കണം, ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളെ ഒട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ആ മുറിപ്പാടുകൾ ഉണ്ടാകത്തക്കതുപോലെ അവ ഒടിഞ്ഞു പോയതാണ്. അത് ഇസ്രായേലിൻ്റെ മത്സര നിമിത്തം അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്തിൽ അവർ നിലനിന്നില്ല. അതുകൊണ്ട് നമ്മളെ ഒട്ടിച്ച് ചേർത്തു. ഈ നല്ല ഒലിവ് മരത്തിൽ നമുക്ക് പങ്കാളിത്തം ലഭിച്ചു. ദൈവസഭയാകുന്ന തോട്ടത്തിൽ ഈ നല്ല ഒലിവ് മരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, സ്തോത്രം. അവിശ്വാസത്തിൽ നിൽക്കാഞ്ഞാൽ അവരെയും കൂടി ഒട്ടിക്കും. ഇനി അവരെ ഒട്ടിക്കും. നോട്ടെ, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ദൈവത്തിനുള്ള കഴിവുണ്ട്. ദൈവം ശക്തനാണ്. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇവിടെയാണ് ഇവിടെ ഒരു മേളിൽ പറഞ്ഞല്ലോ, ഞെളിയാതെ ഭയപ്പെടുക. ഒരു ആൻറ്റാസെമിറ്റിക് ഫീലിംഗ്, യഹൂദ വിരുദ്ധ മനോഭാവം പ്രാചീന ലോകത്തിൽ വളരെ ഉണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് ഒരു ഇച്ചിരി ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വർഗീയവും വംശീയവുമായുള്ള പാകയും സ്പർദ്ധയും പിണക്കവും അകൽച്ചയും വൈരാഗ്യവും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, സ്വഭാവത്താൽ കാട്ടുമരമായി അതിനെ ഒട്ടിച്ച് ചേർത്ത് സ്വഭാവത്തിന് വിരുദ്ധമായ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചേർത്ത് ജീവരസത്തിന് പങ്കാളിയാക്കി. എങ്കിൽ നോക്കണേ, നിങ്ങൾക്ക് ആ കൊമ്പുകൾക്ക് സ്വാഭാവിക കൊമ്പുകളോട് സ്പർദ്ധ ഉണ്ടാകരുത്. കാര്യം അവയെ ഒട്ടിക്കാൻ ദൈവം പിന്നെ ശക്തനാണ്. ഇസ്രായേലിൻ്റെ ഭാവി, സ്തോത്രം. അവയെ ഒട്ടിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം അത് ചെയ്യും. നോക്കണേ, കാട്ടൊലിവിൻ്റെ കൊമ്പുകളെ വെട്ടിയെടുത്ത് നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർത്ത് അതിൻ്റെ ജീവരസത്തിന് പങ്കാളിയാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ സ്വന്തമായ സ്വാഭാവിക കൊമ്പുകളെ എത്രയധികമായിട്ട് ഒട്ടിക്കും. തീർച്ചയായിട്ടും ഒരു ഇസ്രായേല്യന്, വിശുദ്ധ തിരുവെഴുത്ത് വിശ്വസിക്കുന്ന ഒരു ഇസ്രായേല്യന് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ സംബന്ധിച്ച് ബോധ്യപ്പെടുവാൻ കൂടുതൽ എളുപ്പമാണ്. ഇതര ജനസമൂഹങ്ങളായ നമുക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച് ഈ സത്യദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നത് എത്ര എളുപ്പമാണോ അതിനേക്കാൾ പല മടങ്ങ് എളുപ്പമാണ് ഒരു യഹൂദന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ഉദ്ധാരണം ജാതികളുടെ രക്ഷയേക്കാൾ വളരെ 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 എളുപ്പമാണ്.
ഇതര ജാതികളായവരെ വെട്ടിയെടുത്ത് ഈ നല്ല ഒലിവ് മരത്തോട് ഒഴിച്ചു ചേർത്ത് നമ്മളെ അതിൻ്റെ ജീവരസത്തിന് പങ്കാളികളാക്കിയെങ്കിൽ സ്വന്തമായ ഒലിവ് മരത്തിൻ്റെ ഒടിഞ്ഞുപോയ ശിഖരങ്ങളെ പിന്നെയും കൂട്ടിച്ചേർത്ത് ഈ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർത്ത് അതിൻ്റെ ഫലപ്രദമായ ജീവരസത്തിന് പങ്കാളികളാക്കുവാൻ ദൈവത്തിന് എത്രയധികം കഴിയും. സ്തോത്രം. അവിടെ നമ്മൾ ഒരിക്കലും ഞെളിയരുത്, നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ട് നോക്കണേ, വിശ്വാസത്തിൽ നിലനിൽക്കണം, ദയയിൽ നിലനിൽക്കണം. ദൈവമേ അങ്ങയുടെ ദയയാണ്, അവിടുത്തെ കൃപയാണ്. എല്ലാവരും അത് ഓർക്കേണ്ടതാണ്. അവിശ്വസിച്ച ഇസ്രായേലിനെ പോലും മുഖമാദരിക്കാതെ ദൈവം തള്ളിക്കളഞ്ഞു. ഖണ്ഡിതമാണ്. ദൈവം നീതിമാനാണ്. എന്നാൽ ദയയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് വിനയപൂർവ്വം വിശ്വാസത്തോടെ അടുത്ത് ചെല്ലുന്ന ഏതൊരുവനെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ദൈവം ശക്തനാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്നും കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളായിട്ട് നിങ്ങൾ തുടരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം കരുണയുള്ളവനും ദൈവം സ്നേഹമുള്ളവനുമാണ്. ദൈവം മനസ്സലിവുള്ളവനാണ്. സ്തോത്രം. ഖണ്ഡിതമുള്ളപ്പോൾ തന്നെ അവിടുന്ന് മനസ്സിലുള്ളവനാണ്. അതുകൊണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം, ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൈവം തുടരും, തീർച്ചയായിട്ടും തുടരും. ഇസ്രായേലിനെ വീണ്ടും ഉദ്ധരിക്കുവാൻ ദൈവം ശക്തനാണ്. അത് ഇസ്രായേലിൻ്റെ ഭാവി ഉത്ഥാനത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്നും ഈ നല്ല ഒലിവ് മരം മുറിവേറ്റതായി നിൽക്കുന്നു. ഈ നല്ല ഒലിവ് മരത്തിൻ്റെ മുറിപ്പാടുകൾ ഇനിയും ശേഷിക്കുന്നു. വെട്ടിയെടുക്കപ്പെടുന്ന കാട്ടൊലിവിൻ്റെ ശിഖരങ്ങൾ ഒട്ടിച്ച് ചേർക്കപ്പെടത്തക്കതുപോലെ ഇന്നും ഈ നല്ല ഒലിവ് മരത്തിൽ മുറിപ്പാടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയുള്ള പ്രായശ്ചിത്ത ബലിമരണത്തിൻ്റെ വിശ്വാസത്താൽ പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലേക്കും പാപപരിഹാരത്തിലേക്കും നിത്യജീവങ്കിലേക്കും കടന്നു വരുവാൻ ഏതൊരു വ്യക്തിക്കും ഇന്നും അവസരമുണ്ട്. ഇത് കൃപായുഗമാണ്. ഇത് താഴോട്ട് വരുമ്പോൾ ജാതികളെ പൂർണ്ണസംഖ്യ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കർത്താവിന് വെച്ചാൽ പിന്നെ അത് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇന്നും പൂർണ്ണസംഖ്യ ചേർന്നിട്ടില്ല. ഈ നല്ല ഒലിവ് മരം, ദൈവസഭയാകുന്ന തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല ഒലിവ് മരത്തിൽ ഇനിയും മുറിപ്പാടുകളുണ്ട്. ഒട്ടിച്ചു ചേർക്കപ്പെടുവാൻ ഏതൊരു കാട്ടൊലിവിൻ്റെ ശിഖരം മനസ്സ് വെക്കുമോ, പഴയതിനോട് യാത്ര പറഞ്ഞ്, പാപ വഴികളോട് യാത്ര പറഞ്ഞ് പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൽ വിശ്വാസത്താൽ പങ്കാളിയാകുവാൻ, ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ, പാപ വഴികളെ വിട്ടുകളയുവാൻ, മാനസാന്തരപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് നല്ല ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ വരുവാൻ ആരും മനസ്സ് വെക്കുമോ, അവർക്ക് ഇന്നും അവസരമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ സമൂഹത്തിനൊരു ഭാരമായി, നിങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നമായി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിലെ അസ്വസ്ഥത നീക്കുവാനായി മറ്റു പല കുറുക്ക് വഴികളും തേടരുത്. അവ നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുകയില്ല. സമാധാനത്തിന് ദൈവമേ നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുള്ളൂ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പും നിത്യജീവൻ്റെ പ്രത്യാശയുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാശ്വതമായ സ്വസ്ഥതയും സമാധാനവും തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മാറ്റം വരണമെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനെ നിങ്ങളെ മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളെ അന്തരംഗത്തിൽ സ്തോത്രം ഒരു രൂപാന്തരം വരുത്തി ആ നല്ല ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിൻ്റെ ജീവരസത്തിൽ നിങ്ങളെ പങ്കാളികളാക്കി നല്ല ഫലം കായ്ക്കുന്ന ആ ആനന്ദകരമായ അനുഭവത്തിലേക്ക് ചേർക്കുവാൻ കർത്താവ് ഇന്നും ശക്തനായി ജീവിക്കുന്നു. അതെ, ഈ ഒലിവ് മരത്തിൽ ഇന്നും മുറിപ്പാടുകളുണ്ട്. ഒട്ടിച്ചു ചേരുവാൻ നീ മനസ്സ് വെക്കുമെങ്കിൽ കർത്താവ് ഇതിനെ സ്വീകരിപ്പാൻ തയ്യാറാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളായിരുന്നു ഞങ്ങളെ വെട്ടിയെടുത്ത് നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചു ചേർത്ത് അതിൻ്റെ ജീവരസത്തിന് പങ്കാളികളാക്കുവാൻ അവിടത്തേക്ക് പ്രസാദമായല്ലോ. ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളിൽ കർത്താവെ, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവുമില്ലാതെ മരണഭീതിയോടെ നാളെ എന്തായിരിക്കുന്നത് അനിശ്ചിതത്വത്തോടുകൂടെ കർത്താവെ ഇന്ന് കഴിയുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് അനിശ്ചിതത്വം തളം കെട്ടി നിൽക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കണം. അങ്ങ് ഖണ്ഡിതമുള്ള ദൈവമായിരിക്കുമ്പോൾ തന്നെ, നീതിമാനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദയയുള്ള ദൈവമാണല്ലോ. ഞങ്ങളുടെ സഹോദരങ്ങളോട് മനസ്സറിയണമേ. കേൾവിക്കാരായ ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സ്തോത്രം. എല്ലാവരിലും ആ ദൈവ സമാധാനം കർത്താവെ തിരുമേനി പകരണമേ. തങ്ങളെ തന്നെ സമർപ്പിച്ച് തരുവാൻ തിരുമേനി അവർക്ക് കൃപ കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.